കുറേ നാളായില്ല എല്ലാവരും കണ്ടിട്ട്. എന്തുണ്ട്, പിള്ളേർ ക്ലാസ് ഒന്നല്ലേ? എന്ത് സുഖടാ. നീ എനിക്കൊരു 4000 രൂപ കടം തരുക. ഇതെന്ത് ചോദ്യം നാരായണേച്ചി? നിങ്ങൾ നമ്മുടെ സ്വന്തം ആളല്ലേ. ഇങ്ങോട്ട് ഇരിക്കും, ഞാൻ ഇപ്പം എടുത്തിട്ട് വരാം. ഏട്ടാ ഒന്ന് നിന്നേ. എന്താ ഏട്ടാ നിങ്ങൾ എന്തിനാ ഈ പെണ്ണുങ്ങൾക്ക് ഇത്തിരി പൈസ കൊടുക്കുന്നത്? അല്ലേ തന്നെ നാട്ടില് മൊത്തം കടാന്നാ കേട്ടെ. അവര് കേൾക്കും. നീ നിങ്ങൾ വന്നേ. അല്ലെങ്കിൽ നമ്മൾ പറയുന്നതിനൊന്നും ഒരു വിലയില്ലല്ലോ. ഇതിനുള്ള ഉത്തരം ഞാൻ വന്നിട്ട് പറഞ്ഞുതരാട്ടാ. ആദ്യം ഇത് കൊടുക്കട്ടെ. എടാ നാരായണിച്ച് പോയിന്നാ തോന്നട്ടാ. പോയി, നന്നായി. മോശമായി പോയാൻ തോന്നുന്നു. നീ പറഞ്ഞവര് കേട്ടിട്ടുണ്ടാവും. കേട്ടാലെന്താ, ഞാനുള്ളതല്ലേ പറഞ്ഞു. നീ എന്തറിഞ്ഞിട്ട് ഈ പറയുന്നേ? ഇപ്പൊ പോയ സ്ത്രീയില്ലേ, അവരെ കുറിച്ച് നിനക്ക് എന്തറിയാം? എന്തെന്ന് ഈ നാരായണീച്ചനെ കുറിച്ച് എന്തറിയാനാന്നേനി? ഓറ് നിനക്കൊക്കെ വെറും നാരായണീച്ചായിരിക്കും. എനക്കങ്ങനെയല്ല. എനിക്ക് സ്വന്തം അമ്മയെ പോലെയാ. ഒരുപാട് ഭക്ഷണം വിളമ്പി തന്നൊരു അമ്മയായി ഇപ്പോൾ പോയത്. പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അച്ഛൻ കള്ളം കുടിച്ച് വന്നിട്ട് കഞ്ഞിക്കടലെടുത്തിട്ട് കിണറ്റിലങ്ങിടും. പിന്നെ അന്നത്തെ ദിവസം മുഴുവൻ പട്ടിണിയാണ്. അന്ന് ഈ നാരായണീച്ച് വീട്ടിലേക്ക് വരും. എന്നിട്ട് എൻ്റെ കയ്യും പിടിച്ചുകൊണ്ട് പോയിട്ട് വയറ് നിറയെ ഭക്ഷണം തരും. തിരിച്ചു വരുമ്പോൾ എൻ്റെ കയ്യിലൊരു പൊതി ഉണ്ടാവുമായിരുന്നു, അമ്മക്കുള്ള ഭക്ഷണം. ആ അമ്മയാണ് എന്നെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത്. അവർക്കൊരു മോനുണ്ടായിരുന്നു, എൻ്റെ അതേ പ്രായം. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് അവനും എൻ്റെ അച്ഛനും കൂടി ഒരു ആക്സിഡൻറ്റിൽ അങ്ങ് പോയത്. അതിന് ശേഷം ആ കുടുംബത്തിൻ്റെ ബാധ്യത മൊത്തം നാരായണീച്ചിൻ്റെ തലയിലായി. പിന്നെ ഓനൊരു അനിയത്തി ഉണ്ടായിരുന്നു. ആ അനിയത്തിൻ്റെ കല്യാണം നമ്മുടെ ഫ്രണ്ട്സെല്ലാം കൂടിയിട്ടാണ് നടത്തി കൊടുത്തത്. പിന്നെ 3 കൊല്ലം മുമ്പേ അവളങ്ങ് പോയി. ഇപ്പോൾ അവളെ 2 മക്കൾക്ക് ഏക ആശ്രയം നാരായണീച്ചി. ഇപ്പോഴും ഒരാവശ്യം വരുമ്പോഴെല്ലാം നമ്മൾ സഹായിക്കാറുണ്ട്. അപ്പോൾ നാരായണീച്ചി ഇന്നിവിടെ വന്നിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും അത്യാവശ്യ കാര്യമുണ്ടാവും. ഇതൊന്നും എനിക്കറിയില്ലായിരുന്നു കേട്ടാ, സോറി. ഞാൻ എന്തായാലും ഒന്ന് പോയി നോക്കട്ടെ. ഓക്കെ, നീ വരുന്നാ?